സാർ ഇവിടെ CI വന്നത് ഞങ്ങളുടെയൊക്കെ ഭാഗ്യം. സമയം കിട്ടുമ്പോൾ വീട്ടിലോട്ടൊക്കെ ഒന്ന് വരണം. സാറ് ട്രാഫിക്കിന്ന് മാറിയല്ലയോ? ആ ജ്വല്ലറി മോഷണം കള്ളനെ കുറിച്ച് ഒരു തുമ്പും കിട്ടിയോ? പൊക്കും. അവൻ എവിടെ പോയി വിളിച്ചാലും പൊക്കും. എന്തായാലും ഈ സർക്കിളിൽ ഇനി ഒരു മോഷണം ഉണ്ടാവില്ല. ഇരിക്കട അവിടെ. കർത്താവേ, തുടങ്ങിക്കഴിഞ്ഞ കറുത്ത പാടവും മൊത്തം കറുപ്പ് അതിന്റെ പേരിൽ അറിയില്ല പച്ച. പോടാർന്ന് ഗ്ലാമർ പോയതിന്റെ സകല പണിയും തീരും. ചേട്ടൻ വിഷമിക്കാതെ, ഈ പാടൊക്കെ മാറും. പക്ഷെ കുറെ കാലം പിടിക്കും. ഒന്ന് ചുമ്മാ പാട് മാറാൻ പച്ചമരുന്നിന്റെ ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട്. പച്ചമരുന്നൊന്നും ശരിയാവില്ല. ഈ പാട് മാറി പ്ലാസ്റ്റിക് സർജറി ഉണ്ട്. പ്ലാസ്റ്റിക് സർജറിക്കൊക്കെ ഒരു പരിധിയില്ലേ പച്ച? ഒന്ന് പോടാ അവിടെ. ആ കള്ളൻ എവിടെ പോയി വിളിച്ചാലും ഞാൻ പൊക്കും. അതിന് കള്ളം കൂടി വിചാരിക്കണം. ഈ ശവത്തിൽ നിന്ന് ഇതവൻ തന്നെയാ. അന്ന് ജ്വല്ലറി വിളിച്ച് കണ്ടപ്പോഴേ ഞാൻ നോട്ട് ചെയ്ത ഒരു വശപ്പശക്. ഇത് നിങ്ങൾ പോലീസുകാരുടെ സ്ഥിരം നമ്പറാ. കണ്ടവനെ കിട്ടിയില്ലെങ്കിൽ കണ്ടവനെ പൊക്കുക. പക്ഷേ ക്രിമിനൽസിന് റിവ്യൂ ചെയ്യുന്ന എനിക്കൊന്നും തെറ്റിയിട്ടില്ല. അയാളൊരു പക്ക ജെന്റിൽമാൻ ആണെന്നാ എനിക്ക് തോന്നുന്നത്. നിനക്ക് അങ്ങനെ പലതും തോന്നും. ആ കോപ്പോടും മോന്തവള്ളി തന്റെ അവിടെ എന്താ വെച്ച് നിരപരാധി പ്രതിയാക്കണോ? അല്ല, എന്താ അയാളെ നിരപരാധിയാക്കാൻ ഇത്ര വാശി? ഹേയ്, ഒന്നുമില്ല. ഒന്ന് പോയച്ചേ. വെൽ ഡൺ മൈ ബോയ്, വെൽ ഡൺ. കക്കാൻ മാത്രമല്ല നിക്കാനും പഠിച്ചവനാ നീ. നിന്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളിൽ ഞാൻ സംതൃപ്തനാണ്. ഇതൊക്കെ ഈ കൊച്ചു തൃക്കരയിൽ മാത്രം ഒതുക്കാതെ മൊത്തത്തിലൊന്ന് വ്യാപിപ്പിക്കണം. നീ MGRന്റെ ഉലകം ചുറ്റും വാലിബൻ സിനിമ കണ്ടിട്ടുണ്ടോ? ഇല്ല. അതിൽ MN നമ്പ്യാരുടെ കൊള്ളസംഘം അങ്ങ് ജപ്പാനിൽ പോലും ഉണ്ട്. അതുപോലെ നീയും ഉലകം ചുറ്റും വാലിബനായി മാറണം. ഫോൺ എനിക്ക് വേണ്ട, നീ എടുത്തോ. ഹലോ ജയ, ഇത് ഞാനാ. എന്താ അമ്മേ? നീ ഇവിടെ വരെ ഒന്ന് വരണം. എന്താ ഏതാന്നൊക്കെ നേരിട്ട് പറയാം. അടുത്ത വണ്ടിക്ക് ഇങ്ങ് എത്തിയേക്കണം. ഓടി അവിടെ നിന്ന് അങ്ങനെ പെട്ടെന്നൊന്നും വരാൻ പറ്റില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു ജോലിയാണ് കമ്പനി എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതിലും പ്രധാനപ്പെട്ടതാ ഇത്. നാളെ തന്നെ ഇങ്ങെത്തണം. അത്യാവശ്യ. ഏട്ടൻ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരുവേ. അല്ല, അമ്മേ. മോളെ, എന്താ ഏട്ടൻ വന്നു എന്നാ തോന്നുന്നേ. അമ്മേ, സസ്പെൻസ് പൊട്ടിക്കരുത്. അപ്പോയിന്റ്മെന്റ് ഓർഡർ വായിക്കുമ്പോഴേ അറിയാവൂ ഏട്ടൻ SI സെലക്ഷൻ കിട്ടിയ കാര്യം. സന്തോഷം കൊണ്ട് ഞെട്ടണം ഏട്ടൻ. അമ്മേ വരുന്നു. എന്താ അമ്മ, എന്ത് പറ്റി? എനിക്കൊന്നും പറ്റിയില്ല മോളെ, അതങ്ങ് കൊടുത്തേ. എന്താടി? കൺഗ്രാറ്റുലേഷൻസ് സർ. എടി, കാര്യം എന്താന്ന് വെച്ചാ പറ. വായിച്ചോ. ഈ ഒരു കത്ത് വായിക്കാൻ വേണ്ടിട്ടാണ് എന്നെ എത്ര ദൂരം വരാൻ പറഞ്ഞത്. എനിക്കവിടെ എന്തുമാത്രം തിരക്കുണ്ടെന്ന് അമ്മയ്ക്കറിയാമോ? എന്താ പോലീസ് വെള്ളം എടുത്തോ മോനെ. മോനെ, എന്ത് പറ്റി? എന്താ മോനെ? സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്ന കരുതിയത്, പക്ഷെ ഇങ്ങനെ ബോധം കിടന്ന് കരുതിയില്ല. നിനക്ക് എന്താ പറ്റി? SI ആയിട്ട് കള്ളന്മാരൊക്കെ ഇടിക്കുന്നത് ആലോചിച്ചിട്ടായിരിക്കും ടെൻഷൻ. കള്ളന്മാർക്കൊക്കെ നല്ല തല്ല് കൊടുക്കണം കേട്ടോ. അയ്യോ അയ്യോ അയ്യോ, ഇതൊന്നും ശരിയാവില്ല. പണ്ടത്തെ പോലെ അല്ല. ഈ പോലീസ് പണി എന്നൊക്കെ പറഞ്ഞ വലിയ റിസ്ക് ഉള്ള കാര്യാ. ഇപ്പോഴത്തെ കള്ളന്മാരുടെ കയ്യിലെ കമ്പും കത്തിയൊന്നും അല്ല, തോക്കും ബോംബും ഒക്കെയാ. എത്ര പോലീസുകാരെന്നറിയോ ദിവസേന വെടികൊണ്ട് മരിക്കുന്നത്? അത് മാത്രല്ല, ഈ പോലീസുകാർ ഒരു മാസം കൊണ്ട് ഉണ്ടാക്കുന്ന പൈസ ഈ കള്ളന്മാർ ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കും. തന്നെയല്ല, ഞാനിപ്പോ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ എന്താ കോളെന്നറിയാം? അല്ലല്ല, ശമ്പളം. എന്റെ ഏട്ടാ, പോലീസ് SI എന്നൊക്കെ പറയുന്നത് ഒരു പവറുള്ള ജോലിയല്ലേ? ആർക്കും അങ്ങനെ എളുപ്പം കിട്ടില്ലല്ലോ. വിവരം അറിഞ്ഞ അവരുടെ എനിക്ക് കിട്ടും. പിന്നെ നല്ല ബഹുമാനം ഉണ്ടാവും. തന്നെയല്ല, SIയുടെ ബന്ധുക്കൾക്ക് നല്ല വിലയും കിട്ടും. വിലയല്ല, തേങ്ങാ കൊല കിട്ടും. കല്യാണപ്പെണ്ണിന്റെ ഏട്ടനെ SI ആണെന്ന സന്തോഷത്തില ജീവനും വീട്ടുകാരും അവരൊക്കെ അറിഞ്ഞു. അയ്യോ, SI ആവുക എന്നൊക്കെ അയ്യോ, ആലോചിച്ചിട്ട് എനിക്ക് തല ഇറങ്ങുക. ഈ കാർക്കൊക്കെ തലേ തൊപ്പ് കയറുമ്പോ അങ്ങ് പോവേട്ടാ. ഏതായാലും അച്ഛന്റെ ആഗ്രഹം സാധിച്ചു.
എന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അച്ഛന് നല്ലോണം മനസ്സിലാവും. SI ആയി അല്ലേ? വന്നോ? ലോക്കലിലോ ട്രാഫിക്കിലോ? ട്രാഫിക്കിലാണെങ്കിൽ കിമ്പളം, സദ്യക്ക് 3000 പേരെ എന്നുള്ളത് നമുക്ക് ഒന്ന് നിർത്തുന്നുണ്ടോ? യൂണിഫോം ഇട്ടില്ല, അതിനു മുമ്പ് അതേറെ കാണിക്കാൻ തുടങ്ങി. ജയ ലഡു, നീ SI ആകാൻ പോകുന്ന സന്തോഷത്തിൽ മാർക്കറ്റിൽ എല്ലാവർക്കും ഞാൻ ലഡു വിതരണം ചെയ്തു. അലിയ ലഡു അമ്മാവനായിരുന്നു. എന്നൊരു വഴിക്ക് എത്തിച്ചപ്പോ അച്ഛന് സമാധാനായി അല്ലേ? ഇവിടുത്തെ ട്രെയിനിങ് കഴിഞ്ഞ് നാളെ നിങ്ങളൊരു പോലീസ് ഓഫീസറായി കഴിയുമ്പോൾ കഴിയുന്നത്ര സത്യസന്ധതയുള്ളവരായിരിക്കണം. ഒരു കള്ളൻ 100% സത്യസന്ധനായിരിക്കും. കാൽമുട്ടിന് താഴെ ലത്തി കറക്കി എറിഞ്ഞാൽ ഓടുന്ന പ്രതി കമന്നടിച്ച് വീണിരിക്കും. ഇതുപോലെ കാലിന് താഴെ ലാത്തി കറക്കി പോലീസിന്റെ ഒരു ഏറുണ്ട്. അതുകൊണ്ട് വളഞ്ഞും തിരിഞ്ഞും വേണം ഓടാൻ, ഒരിക്കലും നേരെ ഓടരുത്. അവസാനമായിട്ട് സ്വന്തം ജീവൻ പണയം വെച്ചും തൊണ്ടി മുതൽ പിടികൂടണം. തൊണ്ടി മുതൽ പോയാലും ജീവൻ രക്ഷിക്കണം. അങ്ങനെയാണെങ്കിൽ വല്ല മോട്ടിച്ചാലും ജീവിക്കാമല്ലോ. ഏറ്റവും കുഴപ്പക്കാരനായ കള്ളനെ വേണം ആദ്യം പൊക്കാൻ. അതെ, ഏറ്റവും കുഴപ്പക്കാരനായ പോലീസുകാരന് വേണം നമ്മൾ ആദ്യം ഒതുക്കാൻ. ഡ്യൂട്ടി സമയത്ത് കള്ളന്മാരുടെ മുഖം എപ്പോഴും ഓർമ്മയുണ്ടായിരിക്കണം. ഡ്യൂട്ടി സമയത്ത് പോലീസുകാരുടെ മുഖം ഓർക്കേ ചെയ്യരുത്, കോൺസെൻട്രേഷൻ പോകും. പൂട്ട് എങ്ങനെ തുറന്നിരിക്കുന്നു നോക്കി നമുക്ക് മോഷ്ടാക്കളെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. ചിലര് താക്കോല് കിട്ടിയാലും പൂട്ട് ചുറ്റിയ കൊണ്ട് തല്ലി പൊളിച്ച് അകത്ത് കയറും. കീരിവാസു അങ്ങനെയല്ലേ? പിന്നെ ജനൽ കമ്പി വളയ്ക്കാൻ ചിലർക്ക് ചില രീതികളുണ്ട്. പലർക്കും പല രീതികളുണ്ട്. എന്നാലും ഒരു മിനിറ്റ് തന്നെ സാറേ, ഈ കമ്പി പാര എടുത്തിട്ട് ജനലിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒരു പിടി പിടിച്ചാണ്ടല്ലോ, ഏത് കമ്പിയും പുല്ലുപോലെ വളയും. അത് തനിക്കെങ്ങനെ അറിയാം? കുറച്ച് ദിവസമായി തന്നെ ഞാൻ ശ്രദ്ധിക്കുക. എന്താ പ്രശ്നം? സർ അത് പിന്നെ ഒരല്പം സീരിയസ് ആണല്ലേ? സർ ട്രെയിനിങ് ഐജിയോടല്ല, ഒരു ജ്യേഷ്ഠനോട് എന്ന പോലെ പറഞ്ഞു. എന്താ പ്രശ്നം? മറച്ചു വെക്കാൻ നോക്കണ്ട. പറയാം സർ. തന്നെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിടുക എന്നതാണ് സത്യസന്ധനായ ഒരു പോലീസ് ഓഫീസർ ഇപ്പൊ ചെയ്യേണ്ടത്. പക്ഷേ തന്നെ ഒരു പോലീസ് ഓഫീസറാക്കാൻ ഞാനങ്ങ് തീരുമാനിച്ചു. സർ അന്നത്തെ ഒരു സാഹചര്യത്തില് സിറ്റിയിൽ വന്ന് പെട്ടപ്പോ ഞാൻ അറിയാതെ ആ ഒരു പശ്ചാത്തലമാണ് എന്നെ കൊണ്ട് ഈ തീരുമാനം എടുപ്പിച്ചത്. കാട്ടാനകളെ തളയ്ക്കാൻ താപ്പാന തന്നെ വേണമടോ. 1945 സ്കോട്ട്ലൻഡ് യാർഡിൽ 2 കുപ്രസിദ്ധ കുറ്റവാളികളെ ഓഫീസേഴ്സായിട്ട് നിയമിച്ചു. അന്നത്തെ അവിടുത്തെ പോലീസ് ചീഫ്, പാർലമെന്റിന്റെ അനുവാദത്തോടെ. എന്നിട്ടെന്തായി? ഒരൊറ്റ മാസം കൊണ്ട് ലണ്ടനിലുള്ള സകല കുറ്റവാളികളെയും മോഷ്ടാക്കളെയും അവർ ജയിലിലാക്കി. കുഴപ്പങ്ങളുടെയും കുറ്റങ്ങളുടെയും തുടക്കമറിയുന്നവന് അതിന്റെ വേരറക്കാൻ വളരെ എളുപ്പമാണ്. നാട്ടിൽ വെച്ച് നിന്റെ 10 ലക്ഷം രൂപ ദത്തന്റെ ഗുണ്ട തട്ടിയെടുത്തതും സേതുരാമൻ എന്ന വലിയേട്ടനെ നീ കാണാൻ ചെന്നതും അവന്റെ സംഘത്തിൽ പെട്ടതുമൊക്കെ നിന്നെ നല്ലൊരു പോലീസ് ഓഫീസറാക്കാൻ വേണ്ടി വിധി കളിച്ച കളിയാണെന്ന് കരുതിയാൽ മതി. അതുമല്ല, ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യാനുള്ള ഒരു അവസരമായും ഇതിനെ എടുക്കാം.
പോലീസ് എന്നും ജനങ്ങളുടെ കാവൽക്കാരനാണ്. പക്ഷേ ഇപ്പോഴത്തെ കാവൽക്കാരിൽ പലരും ഉറങ്ങുന്നവരും ഉറക്കം നടിക്കുന്നവരുമാണ്. എടോ, താൻ സാധാരണക്കാരന് വേണ്ടി ഉണർന്നിരിക്കുന്ന ഒരു കാവൽക്കാരനാവണം. തൊപ്പിയിലെ മുദ്ര കരിയറിലെ വിജയ മുദ്രയാക്കി മാറ്റണം. നാട്ടിലെ സാധാരണക്കാരന്റെയും സമാധാനം ആഗ്രഹിക്കുന്നവന്റെയും ആശ്രയമാണ് ഒരു സബ് ഇൻസ്പെക്ടർ. താൻ വിചാരിച്ചാൽ ഒരു നാട് നന്നാക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു സ്റ്റേഷൻ അതിർത്തിയെങ്കിലും നന്നാക്കാമല്ലോ. കഴിഞ്ഞതൊക്കെ ഒരു സ്വപ്നം പോലെ അങ്ങ് മറന്നേക്ക്. മറക്കുകയാണ് സാർ, പഴയതൊക്കെ മറക്കുക. സാറ് പറഞ്ഞ പോലെ ഒരുപക്ഷെ വിധിയായിരിക്കാം എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചത്. അതുകൊണ്ടാണല്ലോ ദത്തന്റെ വീട്ടിൽ കയറാനും ആ രേഖകളൊക്കെ എടുക്കാനും എനിക്ക് തന്നെ പറ്റിയത്. രേഖകളോ? ഏത് രേഖകൾ? പറയാം സാർ, അതിനു മുമ്പ് എനിക്കതൊക്കെ വിശദമായിട്ടൊന്ന് പരിശോധിക്കാനുണ്ട്. എന്നിട്ടൊക്കെ ഞാൻ സാറിന് കൈമാറാം. സാറിന്റെ നിർദ്ദേശം പോലെ ചെയ്യുകയും ചെയ്യാം. ഗുഡ് ഗുഡ്. സർ, ബൈ. കൺഗ്രാറ്റുലേഷൻസ് മിസ്റ്റർ ജയശങ്കർ. താങ്ക് യു സർ. വിജയകരമായി ട്രെയിനിങ് പൂർത്തിയാക്കി ഉടനെ തന്നെ വന്നു പോസ്റ്റിംഗ് ഓർഡറും. താൻ ഭാഗ്യവാനാണ്. സർ. ഈശ്വര, ഏത് സ്റ്റേഷനിലേക്കാണെന്നറിയാമോ? ഇല്ല സർ. ഒരു സബ് ഇൻസ്പെക്ടർ തുടക്കം കുറിക്കാനും തിളങ്ങാനും ഇതിലും നല്ലൊരു സ്റ്റേഷൻ കേരളത്തിലില്ല. എവിടെയാണ് സാർ? തൃക്കര. എവിടെ? തൃക്കര.